நமது கோவை பீளமேட்டில் உள்ள பள்ளிவாசல் மிகவும் மோசமான நிலையில் இருப்பதை அறிந்த அவர் தன்னுடைய சொந்த முயற்சியினர் மிகப்பெரிய தொகையை அவர் வாங்கி கொடுத்ததோடு மட்டுமில்லாமல் ஆபரேஷன் பல நல்ல நல்ல காரியங்களுக்காக அவர் பணம் வசூலித்து நம்ம சமுதாய பணியை ஆற்றி வருகின்றார். அவரை நாங்கள் அழைத்தோம். பல விஷயங்களையும் இங்கே வந்து வருகிறதற்காக நன்றியை தெரிவித்து அவரை பேசுமாறு அழைக்கின்றோம். കേരളത്തിൽ അനുഭവിക്കുമ്പോൾ ജാതി മതഭേദമന്യേ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ആദരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്ക് കേൾക്കാനായി സഹായഹസ്തം അദ്ദേഹത്തെ വിശ്വസിച്ച് നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ആ കോലത്തിലുള്ള വലിയ ഒരു ജനസമൂഹം തന്നെ കാത്തിരിക്കുകയാണ്. വളരെ ആദരവോടുകൂടി നമ്മോട് സംസാരിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട ഫിറോസ് കുന്നംപറമ്പിലിനെ ക്ഷണിക്കുകയാണ്. MP ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സാഹിബ് അദ്ദേഹത്തെ ശാവറി. நமது MP அவர்கள் அப்துல் ரஹ்மான் சாஹிப் அவர்கள் அவருக்கு சாலை அணிவித்து கௌரவிக்கிறார். அவர்களுக்கு அன்பு வேண்டுகோள். எங்கள் சமுதாயத்தையும் நீங்கள் கொஞ்சம் பார்த்து எங்களுடைய சகோதரர்களுக்கும் நீங்கள் பல வகையில் உதவி செய்ய வேண்டும் என்று உங்கள் அன்போடு கேட்டுக்கொள்கிறேன். ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മലയാളം നമ്മുടെ ഈ വേദിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം എനിക്ക് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് എന്നെ പെട്ടെന്ന് വിടാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അതുകൊണ്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, ഞാൻ ഏറെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ എക്സ് MP അബ്ദുൾ റഹ്മാൻ സാഹിബ്, അതുപോലെ മറ്റു വേദിയിലുള്ള പണ്ഡിത മഹത്തുക്കൾ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിവിടെ സംസാരിക്കുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞത് കേരളം മാത്രമല്ല തമിഴ്നാടിനെ കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നായിരുന്നു. എനിക്കങ്ങനെ കേരളം, തമിഴ്നാട്, കർണാടക എന്നങ്ങനെ വേർതിരിച്ചിട്ടുള്ള ഒരു രീതിയൊന്നുമില്ല. മനുഷ്യന്മാർ എവിടെയൊക്കെ വേദനിച്ച് വിഷമിച്ചിരിക്കുന്നുണ്ടോ, അത് ജാതിയും മതവും ഭാഷയും നോക്കാതെ അവിടെയൊക്കെ എത്തി അവർക്ക് സഹായങ്ങൾ എത്തിച്ചു നൽകുക എന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ലക്ഷ്യമായിട്ട് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് തമിഴ്നാടിനെ. ആ തമിഴ്നാട്ടിലെ ഞാൻ 1-2 കേസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കുന്നൂരില് ഒരു കേസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കോയമ്പത്തൂരിൽ നമ്മളൊരു ആശുപത്രിയിൽ വന്നിട്ട് ഞാനൊരു കേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വന്നതും ഈ പരിപാടി കഴിഞ്ഞ് നേരെ പോകാൻ പോകുന്നത് തന്നെ അതെവിടെയായിരുന്നു കാജു? കൃഷ്ണ ഹോസ്പിറ്റലില് ഒരു ബ്ലഡ് ക്യാൻസർ ആയിട്ടുള്ള ഒരു കുട്ടിയുടെ കേസ് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ പോകാനുള്ളതും അങ്ങോട്ട് തന്നെയാണ്. അപ്പോ അത് മാത്രമല്ല, നമ്മൾ ഈ തമിഴ്നാട്ടിലെ കേസാണെങ്കിലും തമിഴ്നാട്ടിലുള്ള മനുഷ്യന്മാരുടെ കേസാണെങ്കിലും ഇതുപോലുള്ള വേദനിക്കുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സഹായം നൽകുന്നത് കേരളത്തിലുള്ള ജനങ്ങളാണ്. അത് പ്രവാസി സുഹൃത്തുക്കളാണ് ഏറ്റവും കൂടുതൽ തരുന്ന ആളുകൾ. അവരൊന്നും ഒരിക്കലും ജാതിയും മതവും ഭാഷയും രാഷ്ട്രവും ഒന്നും നോക്കാതെ സഹായിക്കുന്ന ആളുകളാണ്. എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ
ഇതൊന്നും ഒരു തടസ്സമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തമിഴ്നാടിനെ പരിഗണിക്കലല്ല, ഞാൻ നിങ്ങളുടെ ഒരാള് തന്നെയാണ്. നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിലൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നമ്മുടെ എയർപോർട്ടിന്റെ അടുത്ത് ഒരു പള്ളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ആൾ വന്നിട്ടുണ്ട്. ഞാൻ ആ പള്ളിയിൽ യാദൃശ്ചികമായിട്ടാണ് എന്റെ പ്രിയപ്പെട്ട നേതാവ് കളത്തിൽ അബ്ദുള്ള സാഹിബ് അദ്ദേഹത്തിന്റെ കരട് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയുമായിട്ട് KMCT ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നപ്പോ അദ്ദേഹത്തെ കാണാൻ വന്നപ്പോഴാണ് ഞാൻ കോയമ്പത്തൂരിലുള്ള ആ പള്ളിയിൽ ദുആ നിസ്കരിക്കാൻ വേണ്ടിയാണ് ചെന്നത്. ഞാൻ അവിടെ ചെന്നിട്ട് ആദ്യം പള്ളി തെരഞ്ഞു കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം പള്ളിയുടെ 100 മീറ്റർ അപ്പുറത്തുള്ള ആളുകൾക്ക് പോലും പള്ളി ഉണ്ട് എന്ന് തന്നെ അറിയാത്ത ഒരു സാഹചര്യം. അങ്ങനെ 1-2 ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി പള്ളിയുടെ അടുത്തേക്ക് പോയപ്പോ ആ പള്ളിയുടെ പരിസരത്ത് ഒരാളെയും കാണുന്നില്ല. ഒരു ചെറിയ ഒരു മോട്ടോർ ഷെഡിന്റെ വലുപ്പത്തിലുള്ള ഒരു പള്ളി. ഇതിനകത്ത് എങ്ങനെ എത്ര ആളുകൾ നമസ്കരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോഴാണ് പറഞ്ഞത് ഗ്രൗണ്ടിലാണ് നിസ്കരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ ഗ്രൗണ്ടിലേക്ക് ചെന്ന് നോക്കിയപ്പോ ആയിരക്കണക്കിന് ആളുകൾ ടാർപോളിൽ വിരിച്ചുകൊണ്ട് അവിടെ നിസ്കരിക്കാൻ വേണ്ടി കൂടുന്നത് കണ്ടപ്പോ മനസ്സിന് അത്രയും ആളുകൾ നിസ്കരിക്കാൻ വരുന്നു എന്നത് കണ്ട സന്തോഷവും, ഒപ്പം തന്നെ അത്തരം ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമില്ലല്ലോ എന്നോർത്തുള്ള ഒരു വിഷമവും തോന്നിയപ്പോഴാണ് നമസ്കാരം കഴിഞ്ഞിട്ട് ആ പള്ളി നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നിർമ്മിച്ചു കൊടുക്കണം എന്നതിന്റെ ഒരു ആവശ്യം മനസ്സിലേക്ക് വന്നത്. അങ്ങനെ നമ്മൾ ആ പള്ളിക്ക് വേണ്ടി ഒരു വീഡിയോ അന്നത്തെ ദിവസം തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്ത് ഇന്ന് ആ പള്ളിക്ക് വേണ്ടി നമുക്ക് 52 ലക്ഷം രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏകദേശം 2 കോടി രൂപയോളം ആ പള്ളിക്ക് ആവശ്യം വരും എന്നുള്ളതാണ്. ആ 2 കോടി രൂപയും നമ്മൾ സംഘടിപ്പിക്കും. ഏറ്റവും അതിമനോഹരമായ ഒരു പള്ളി നമ്മുടെ എയർപോർട്ടിന്റെ അടുത്ത് നമ്മൾ പണിയും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. സർവശക്തനായ അള്ളാഹു അതിനുള്ള എല്ലാ വഴിയും നമുക്ക് കാണിച്ചു തരും എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, നമ്മളിതിപ്പോ ഇന്നിവിടെ കൂടിയിട്ടുള്ളത് ഒരു ഓർഫനേജ് മീറ്റാണ്, യത്തീംഖാനകളുടെ ഒരു മീറ്റ്. ഈ ഭൂമിയിൽ ആരും യത്തീമായിട്ട് ആരും തന്നെ ജനിക്കുന്നില്ല. പക്ഷേ സാഹചര്യങ്ങളാണ് നമ്മളെയൊക്കെ ഒറ്റപ്പെടുത്തുന്നതും അതുപോലെ തന്നെ യത്തീമായി ജീവിക്കാൻ വേണ്ടി നമ്മളെ മുന്നോട്ടേക്ക് തള്ളി നിൽക്കുന്നു. പക്ഷേ ഇവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യത്തീമായി ജനിക്കാത്ത ഉമ്മയും വാപ്പയും ഒക്കെ ഉള്ള നമുക്ക് ഉമ്മയും വാപ്പയും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പക്ഷേ ഈ യത്തീമായ മക്കൾക്ക് ഈ ലോകത്തുള്ള എല്ലാവരും അവരുടെ രക്ഷിതാക്കളാണ്. ഈ ലോകത്തുള്ള എല്ലാവരും അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതിന്റെ വലിയ ഒരു ഉദാഹരണമാണ് നമ്മൾ ഇന്ന് ഇവിടെ കാണുന്നത്. കാരണം ഒരു കുറവുമില്ലാതെ അത് ഭക്ഷണത്തിനാണെങ്കിലും വസ്ത്രത്തിനാണെങ്കിലും വിദ്യാഭ്യാസത്തിനാണെങ്കിലും അവർക്ക് കിടക്കാനാണെങ്കിലും എല്ലാം ഒരു കുറവുമില്ലാതെ നോക്കി നടത്തുന്നുണ്ട്. ഒറ്റ കുറവേ ഉള്ളൂ. ആ കുറവ് ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല. അത് ചിലപ്പോൾ പറഞ്ഞു കഴിയുമ്പോൾ ഈ കുട്ടികളുടെ കണ്ണ് നനഞ്ഞു പോകും. അതുകൊണ്ട് ഞാനാ പറയുന്നില്ല. പക്ഷെ ആ കുറവുകളൊക്കെ അതൊരു കുറവില്ലാതെ നോക്കിക്കൊണ്ട് നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ അതൊരു പ്രശ്നമല്ല. ഞാനിപ്പോ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് ഈ ഇവിടുത്തെ ഓർഫനേജ് അതൊരു വാടക കെട്ടിടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സ്വന്തമായിട്ടൊരു കെട്ടിടം വേണം. കാരണം വാടക ഏകദേശം 45,000 രൂപ ഒരു മാസം വാടക കൊടുത്തിട്ടാണ് ഈ ഓർഫനേജ് നടത്തിക്കൊണ്ടുപോകുന്നത്. അപ്പോ ആ 45,000 രൂപ നമുക്ക് ഉണ്ടെങ്കിൽ അതും ഈ കുട്ടികളുടെ അതല്ലെങ്കിൽ ഇനിയും കൂടുതൽ കുട്ടികളെ വരുമ്പോൾ അവരെയും നമ്മൾ ഇതിലേക്ക് അക്കോമഡേഷൻ ചെയ്ത് അവരുടെ ചെലവിലേക്ക് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത് സ്വന്തമായിട്ട് യത്തീമായ ഈ മക്കൾക്ക് പഠിക്കാനും അവർക്ക് കിടന്നുറങ്ങാനും വേണ്ടി നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിൽഡിംഗ് ആണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ പള്ളിയുടെ പണി കഴിഞ്ഞിട്ട് നമുക്ക് ആ കാര്യത്തിലും ഒന്ന് ആലോചിക്കാവുന്നതാണ്. അതിലും നമ്മളെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരും. കാരണം ഇതൊന്നും നമുക്ക് നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ നാടിനോ ദ്രോഹം ചെയ്യുന്ന പ്രവർത്തനങ്ങളൊന്നുമല്ല. നമ്മളൊക്കെ ചെയ്യുന്നത് നമ്മുടെ സഹോദരങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജാതിയോ മതമോ നോക്കാതെ തന്നെയാണ്. ഞാൻ 1-2 ഓർഫണേജുകളിൽ പോയപ്പോ ആ ഓർഫണേജുകളിലൊക്കെ ഹിഫ്ള് കോളേജുകളിൽ ഞാൻ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ പോയപ്പോ കാണാൻ സാധിച്ചത് മറ്റു മതസ്ഥരായ കുട്ടികൾ ഹിഫ്ള് പഠിക്കാൻ വേണ്ടി ആ കോളേജിൽ വരികയും അവിടെ നിന്ന് അത് പഠിക്കുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത്, ഇവര് ഇസ്ലാം മതത്തിലേക്ക് വന്നവരാണോ അതോ അവരുടെ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നവരാണോ എന്ന് ചോദിച്ചപ്പോ അവരൊക്കെ അവരുടെ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മതത്തെ കുറിച്ച് പഠിക്കുന്നു എന്നുള്ളതാണ്. അതൊരു അത്ഭുതമാണ്. അത് കേരളത്തിൽ മാത്രമാണ് അങ്ങനെ കാണാൻ കഴിയുന്നത്.
മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ അതിന് വലിയ പ്രാധാന്യത്തെ കൊടുക്കാത്തത് കൊണ്ടാണോ അതല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് പോകുന്നത് കൊണ്ടാണോ എന്നറിയില്ല. അത് നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. എന്താണെങ്കിലും എല്ലാ മതസ്ഥരും ഒത്തൊരുമിച്ച് ഒരു ഐക്യത്തോടു കൂടി പോകുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഏത് വേദിയിൽ പോയാലും ഞാൻ പറയാറുണ്ട്, ജാതിയും മതവും അതുപോലെ തന്നെ എല്ലാം നിലനിൽക്കണം എന്ന് പൊതുവെ പറയുന്ന ഒരാളാണ്. ആരുടെ മതം, അത് ഹിന്ദു ആണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും, ഒരു മതവും തമ്മിലടിക്കാനും അതല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുമ്പോൾ മുഖന്തിരിക്കാനും പഠിപ്പിക്കുന്നില്ല. നമ്മുടെ മതവും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാനും അവരെ സഹായിക്കാനുമാണ്. എല്ലാ മതവും പഠിപ്പിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ ആ മതത്തിനും അപ്പുറത്തേക്ക് പല രാഷ്ട്രീയ ലക്ഷ്യങ്ങളുള്ളവര്, മത ലക്ഷ്യങ്ങളുള്ള ആളുകളാണ് നമ്മുടെ സമൂഹത്തിന് മത തീവ്രവാദങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മളെ തമ്മിലടുപ്പിക്കുന്നതും നമ്മളെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഇതുപോലുള്ള സംഘങ്ങള്, ഇതുപോലുള്ള സംഘടനകള്, മതത്തിന്റെ പേരിൽ ഒത്തുചേരുന്ന നന്മ മനസ്സുകള്, അവരാണ് സത്യത്തില് നമ്മുടെ നാട്ടില് മതേതരത്വം നിലനിർത്തി കൊണ്ടുപോകുന്നത്. അത് എന്നും ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ പ്രവർത്തനത്തിന് ഞാൻ നിങ്ങൾ എന്ന് പറയുന്നില്ല, കാരണം നിങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ അപ്പുറത്തും ഞാൻ ഇപ്പുറത്തും നിൽക്കുന്ന ഒരാളായി മാറും. ഇനി നമ്മൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങട്ടെ. നമ്മുടെ ഈ പ്രവർത്തനത്തിന് എന്നാൽ കൊണ്ട് കഴിയുന്ന എല്ലാ സഹായങ്ങളും, ഞാനെന്ന് പറയുമ്പോൾ ഞാൻ തനിച്ചല്ല, ഏകദേശം 4.5 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ഫേസ്ബുക്കിന്റെ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു മുന്നണി പോരാളി കൂടിയാണ്. അതും ആ 4.5 ലക്ഷം ആളുകൾ എന്ന് പറയുമ്പോൾ നന്മ മനസ്സുകളാണ്. ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി നന്മ മാത്രം കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പറ്റം ആളുകളുടെ മുന്നിൽ നിന്ന് തേര് തെളിയിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ഇനി നമ്മളാണ് ഇത്തരത്തിലുള്ള സമൂഹത്തിൽ വേദനിക്കുന്ന, വിഷമിക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് അവരുടെ കണ്ണുനീര് തുടക്കാൻ, അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അത് കേരളത്തിലാണെങ്കിലും ശരി തമിഴ്നാട്ടിലാണെങ്കിലും ശരി, ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ. ഇനി നമ്മളാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും. அடுத்ததாக நாங்கள் அழைக்கும் போதெல்லாம் அடிக்கடி வந்து இந்த ஸ்தாபனத்துக்கு வந்து எல்லா வகையான நல்ல உபதேசங்களை செய்து கொடுத்திருக்கிறார். எங்களுடைய கண்ணியத்துக்குரிய அஞ்சல் அப்துல் ஜலீல் அஜர் அவர்களை Assalamu alaikum warahmatullahi wabarakatuh.